നമസ്കാരം. ഒരു കലാകാരനാകും ഞാനെന്ന് എൻ്റെ വീട്ടുകാരോ ഞാനൊരു കലാകാരനാകുമെന്ന് ഞാനോ ഒരിക്കലും കരുതിയതല്ല. സത്യം അങ്ങനെ സംഭവിച്ചതാണ്. എല്ലാം അങ്ങനെയൊക്കെയാണ് ദിനേശൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് പറയാം. ഞാനൊരിക്കൽ പറഞ്ഞതാണെന്ന് തോന്നുന്നു. എനിക്ക് ദിനേശെന്നും അനിയന് ശിവൻകുട്ടി എന്നുമാണ് അച്ഛൻ പേരിട്ടത്. അവിടെ ആർക്കും ഇല്ലാത്ത പേരായിരുന്നു ദിനേശ് അക്കാലത്ത്. സ്കൂളിലെന്നല്ല, ഞങ്ങളുടെ പൊന്നുമംഗലം വാർഡിൽ പോലും മറ്റൊരു ദിനേശ് ഇല്ലായിരുന്നു. എന്നെ ഒരുപാട് നോവിച്ച കാര്യമായിരുന്നു എൻ്റെ ഈ പേര്. ശിവൻകുട്ടി എന്ന് പറഞ്ഞ് ഞങ്ങളുടെ വീടിനടുത്ത് തന്നെ ഒരു 6-7 പേരുണ്ട്. എന്നാൽ ദിനേശ് ഇല്ല. കൊച്ചു ദിനേശിനെ വേദനിക്കാതിരിക്കുമോ? ഹൈസ്കൂളിലേക്ക് ചെന്നപ്പോഴാണ് എൻ്റെ പേരിൽ ഞാൻ അഭിമാനിച്ചത്. UP സ്കൂളിൽ പഠിക്കുമ്പോൾ സ്കൂൾ യുവജനോത്സവത്തിൽ കഥാപ്രസംഗം കാർത്തികനായി ഞാൻ വീടിനടുത്തുള്ള ഒരു വിലാസിനി ചേച്ചി എഴുതി തന്ന ചങ്ങമ്പുഴയുടെ വാഴക്കുല കഥാപ്രസംഗമായി ഞാൻ സ്റ്റേജിൽ അവതരിപ്പിച്ചു, അവാർഡും വാങ്ങി. ഹൈസ്കൂളിലായപ്പോൾ ദാരിദ്ര്യത്തിൻ്റെ ഉച്ചകോടിയായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ കലയോടുള്ള ആഗ്രഹമൊക്കെ ഞാൻ പറഞ്ഞത്ത് വെച്ചു. പിന്നെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെയും പുരോഗമന കലാ സാഹിത്യ സംഘത്തിൻ്റെയും തെരുവ് നാടക സംഘത്തിൽ ചേർന്നു ഞാൻ. കടലിൽ മരമുണ്ടായിട്ടാണോ മഴ പെയ്യുന്നത് എന്ന് ചോദിക്കുന്ന വിചിത്രമായ ചോദ്യം ചോദിക്കുന്ന വിവരം കേട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായി ഒരുപാട് അഭിനന്ദനങ്ങൾ ആ തെരുവ് നാടകത്തിലൂടെ ഞാൻ നേടിയെടുത്തു. സിനിമയിലെത്തിയപ്പോൾ ചെറിയ ചെറിയ വേഷങ്ങൾ ഫിൽ ചെയ്യാനായി അവിടെ ഒരാൾ നടന്നു പോകണം എന്ന് പറയുമ്പോൾ ഞാൻ നടന്നു പോകും, ഒരാൾ സൈക്കിളിൽ വരണം, ഞാൻ സൈക്കിളിൽ പോകും. അങ്ങനെ ഫില്ല് ചെയ്യുന്ന വേഷങ്ങളായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. ഒരു സ്ക്രീനിൽ 3 വേഷമൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു സിനിമയിൽ. സ്ക്രീനിൽ കണ്ടുകൊണ്ടിരുന്നത് എനിക്ക് മാത്രമേ അത് മനസ്സിലാവൂ. ജീവിതം ഒരു രാഗം എന്ന ദേവൻ ചേട്ടൻ നായകനായ UV രവീന്ദ്രനാഥിൻ്റെ സിനിമയിൽ എസ്റ്റേറ്റ് മാനേജരായി വരുന്ന ദേവൻ ചേട്ടനെ വഴിതെറ്റിക്കുന്ന, തലയിൽ വിറകുമായിട്ട് പോകുന്ന ഒരു വേഷമുണ്ട്. ആ വേഷം ചെയ്യാൻ വന്ന ആൾ 8 ടേക്ക് തെറ്റിച്ചു. ഡയലോഗ് പറയുമെങ്കിൽ ആ വിറവ് കേട്ട് തറയിടില്ല, വിറവ് കേട്ട് തറയിലിട്ടാൽ ഡയലോഗ് പറയില്ല. ഇത് 2ഉം ചെയ്താൽ തലയിലെ കെട്ടിയിരിക്കുന്ന തോർത്തഴിക്കില്ല. ഇത് 3ഉം ചെയ്താൽ ബീഡി എടുത്ത് വായി വയ്ക്കില്ല. അങ്ങനെ 8 ടേക്ക് അയാൾ കുളവാക്കി. അപ്പോൾ ആ ചിത്രത്തിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്ന വാസൻ ചേട്ടൻ പറഞ്ഞു, ദിനേശേ ഒരു ലുങ്കി കൊടുത്ത് വരാൻ. ഞാൻ ലുങ്കി എടുത്തുകൊണ്ട് വന്നു, ആ വേഷം ചെയ്തു. എൻ്റെ സിന്ധുവുമായിട്ടുള്ള ജാതകം കൂടെ കഴിഞ്ഞിട്ട് ചില്ലറ ദിവസം ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ സ്വർണ്ണ മോതിരം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഒരു ചവിട്ടുകാരൻ സ്വർണ്ണ മോതിരം ഇടുന്നത് ശരിയല്ല, ഊരാൻ പറഞ്ഞാൽ ഊരാൻ പറ്റുന്നില്ല, അത്ര ടൈറ്റ്. പിന്നെ ഒരു കോസ്റ്റ്യൂമർ ഒരു തുണി കൊണ്ടൊന്ന് മുറിവ് ഒന്നുപോലെ കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് ആ വിരലിൽ. അത് ഇനി നിങ്ങൾ ആ റീല് കണ്ടാൽ ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ ആ വേഷം ഒരുപാട് ഈ അടുത്ത കാലത്ത് ഒരുപാട് ക്രൈസായി. സ്വയംവരപന്തലിൽ ഇന്നസെൻ്റ് ചെയ്യുന്ന ശങ്കർ ബാനു എന്ന് പറയുന്ന വട്ടായി പോയ സംവിധായകൻ ലൊക്കേഷൻ കാണാനായിട്ട് മഞ്ഞ കുടയും പിടിച്ച് നടന്ന് വട്ടായി പോയ ഒരാളാണ്. അയാൾ ലൊക്കേഷൻ കാണാൻ അഷ്ടപടി കായലിൽ നടന്നു പോകും. അങ്ങനെ അയാൾ മുങ്ങിച്ചാകാറാവുമ്പോൾ കണ്ടു നിന്നവർ ചാടി രക്ഷപ്പെടുത്തണം. ഇതാണ് സീൻ. അഷ്ടപടി കായലിലാണെങ്കിൽ ഒരാൾ പൊക്കം ചെളിയുണ്ട്. താഴ്ന്നു പോവുകയോ ചെളിയിൽ പൊതിഞ്ഞു പോയാലോ ആളപ്പം തീരും. നീന്തലറിയാം, പക്ഷേ ആ അപകടത്തിലേക്ക് ചാടാൻ വയ്യ എന്നാണ് അതിൽ രക്ഷപ്പെടുത്താനായി അഭിനയിക്കാൻ കൊണ്ടുവന്നവരൊക്കെ പറയുന്നത്. അയ്യോ അത് പറ്റില്ല, ഒരാൾ പൊക്കം ചെളിയെന്ന് പറയുമ്പോൾ നമ്മളങ്ങ് താന്നു പോകും. ഞാൻ എവിടെയാണ് താഴ്ന്നത് പോലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അയ്യോ അത് പറ്റില്ല സാർ എന്ന് പറഞ്ഞ് ഓരോരുത്തരും ഊരിക്കളഞ്ഞു. അവസാനം ഞാൻ പാൻറ്റ് ഷർട്ടൊക്കെ ഊരി വെച്ച് ഒരു ലുങ്കിയൊക്കെ കൊടുത്തൊരു മഞ്ഞ ഉടുപ്പൊക്കെ ഇട്ട് കായലിലേക്ക് ആദ്യം എടുത്ത് ചാടി. എൻ്റെ പിന്നാലെ കണ്ടു നിന്ന യൂണിറ്റിലെ ഷീമൂസാണെന്ന് തോന്നുന്നു, അവരുടെ യൂണിറ്റിൽ ഒരു 6-7 പേര് കൂടെ ചാടി. അങ്ങനെ ശങ്കർ ബാനുവിനെ ഞങ്ങൾ രക്ഷപ്പെടുത്തും. ഇതൊക്കെ ഇപ്പോൾ പറഞ്ഞത് ഒരു രഹസ്യം പുറത്തു വന്ന ജാള്യതയിലാണ്. ശരിക്കും പറഞ്ഞ ഞാൻ എന്നെ ഒരു ദിവസം നമ്മുടെ നാദിർഷ വിളിച്ചു. ചേട്ടാ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, കാര്യങ്ങളൊക്കെ ഒരുപാട് നേരം സംസാരിച്ചു. നാദിർഷയുടെ മകളുടെ വിവാഹം ക്ഷണിച്ചു, പക്ഷേ എനിക്ക് പോകാൻ പറ്റിയില്ല. ഞാനൊന്ന് കടുത്ത പനിയായിട്ട് എന്തോ കിടക്കുകയായിരുന്നു. ചേട്ടാ ഉറപ്പായിട്ട് വരണമെന്നൊക്കെ പറഞ്ഞ് ഉറപ്പും കൊടുത്തതാണ്, പക്ഷെ പോകാൻ പറ്റിയില്ല. അപ്പോൾ കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞിട്ട് അവസാനം നാദിർഷ പറഞ്ഞു,
ചേട്ടാ ഞാനിപ്പോൾ വിളിച്ചതേ വളരെ സീരിയസ് ആയ ഒരു കാര്യം പറയാനാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ദിലീപിൻ്റെ കേസ് എന്തോ പറയാനാണ്. ഞാൻ പറഞ്ഞു പറ എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ ഒരു പുതിയ പടം ചെയ്യുന്നു, മാജിക് മഷ്റൂം. ആ പടത്തിലെ ഒരേ ഒരു സീൻ, ഒറ്റ സീനേ ഉള്ളൂ, അത് ചേട്ടൻ വന്ന് ചെയ്തു തരണം. അയ്യോ എൻ്റെ പൊന്ന് നാദിർഷ, ഞാനില്ല, എനിക്കതിനുള്ള കഴിവില്ല എന്ന് ഞാൻ തുറന്നു പറഞ്ഞു. നാദിർഷ വിട്ടില്ല, ചേട്ടൻ വന്നത് ചെയ്യണം, എൻ്റെ ആഗ്രഹമാണത്. നിങ്ങൾക്കറിയാമല്ലോ, ആരോടും ഒന്നിനും നടപ്പിലാകാത്ത കാര്യങ്ങൾക്ക് പോലും ഞാൻ നോ പറയാത്ത ഒരു സ്വഭാവക്കാരനാണെന്ന്. അങ്ങനെ ഞാനും സിന്ധുവും കൂടി ചെന്നു. തൃശ്ശൂരിന് അപ്പുറത്തെവിടെയാണ് ഒരു സ്ഥലം, വടക്കാഞ്ചേരി, അവിടെ ചെന്നു. വടക്കാഞ്ചേരിക്കും അപ്പുറം എവിടെയോ ഒരു മലയുടെ അടിവാരത്താണ് ഷൂട്ടിങ്. ഞാൻ ചെല്ലുമ്പോൾ നാദിർഷ ഒരു ഉത്സവം, ക്ഷേത്രത്തിലെ ഉത്സവം ഷൂട്ട് ചെയ്യുകയാണ്. നാദിർഷയും സുജിത് വാസുദേവ്, ക്യാമറാമാൻ സുജിത് വാസുദേവും കൂടി ഒരുപാട് ആളുകളെയൊക്കെ കൂട്ടി തെയ്യവും തിറയും ഒക്കെ വെച്ച് ഭയങ്കര ഒരു മലയുടെ മുകളിലാണ്, വലിയൊരു പാറയുടെ മുകളിലാണ്. നല്ല രസമാണ്, ഒറ്റ നടത്തി കാണുമ്പോൾ നമുക്ക് കൊതി തോന്നും. അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ സിന്ധുവിനെ ഒരു ഹോട്ടലിലാക്കി. ഇത്തരം സ്ഥലങ്ങളിലൊന്നും സിന്ധു വരില്ലല്ലോ. എന്നെ കൊണ്ടുപോയി ഒരു ക്യാരവാനിലിരുത്തി. ഈ ക്യാരവാൻ സംസ്കാരം തന്നെ ഇവിടെ ഇതിലൊക്കെ ഇരുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലാവണേ സുഖമാണെന്ന്. ഞാൻ ക്യാരവാനിലിരുന്നു, ഒരു ശല്യമില്ലല്ലോ, നമുക്ക് നമ്മുടെ ജോലികളൊക്കെ ചെയ്യാം, ഫോണിൽ സംസാരിക്കാം. അങ്ങനെ ക്യാരവാനിൽ ഞാൻ ഇരുന്നു. ഉച്ചയ്ക്ക് ഊണ് കൊണ്ടുവന്നു, വൈകിട്ട് ചായ കൊണ്ടുവന്നു. അവിടെ ഉത്സവം എടുത്ത് തീർക്കണം, അത് കഴിഞ്ഞാലാണ് ഈ സീൻ. ഒരു 6 മണിയോളം ആയപ്പോൾ നാദിർഷയും സംഘവും പാറയിൽ നിന്ന് താഴെ ഇറങ്ങി. നേരെ എൻ്റെ അടുത്ത് വന്നു, ചേട്ടാ നമുക്ക് തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് എനിക്ക് സ്ക്രിപ്റ്റ് വായിക്കാൻ തന്നു. ഒരു ചെറിയ സീനാണ്. അങ്ങനെ ഞാൻ മേക്കപ്പൊക്കെ ഇട്ട് കണ്ണടയൊക്കെ വെച്ച് പൂണുകലൊക്കെ ഇട്ട് വേർബോഡിയാണ് അങ്ങനെ ചിത്രീകരിച്ചു. എനിക്ക് തന്നെ അതിശയമായിപ്പോയി. ഒരുപാട് ഡയലോഗ് എനിക്കും എൻ്റെ എതിർവശത്തിരിക്കുന്ന നായികയുടെ അമ്മയ്ക്കും ഒരുപാട് ഡയലോഗ് ഉണ്ടെങ്കിലും എല്ലാം കൂടി ഒരു 20 മിനിറ്റ് കൊണ്ട് തീർന്നു. ഇപ്പോൾ ഒന്നാമത് ഈ 2-3 ക്യാമറ വെച്ചല്ലേ ഷൂട്ട് ചെയ്യണം. അപ്പോൾ മിഡും ക്ലോസും വൈഡും എല്ലാം 3 ക്യാമറയിൽ ഒന്നിച്ചെടുക്കാമല്ലോ, പണ്ട് അങ്ങനെയല്ലല്ലോ. അപ്പോൾ ആ നായികയുടെ പേര് ഞാൻ മറന്നുപോയി, അത് മറക്കാൻ പാടില്ലാത്തതാണ്. അമ്മ വേഷം ചെയ്തൊരു ചെറുപ്പക്കാരിയാണ്, പക്ഷേ മിടുമിടിക്കുകയാണ്, നന്നായിട്ട് ചെയ്തു. പെട്ടെന്ന് സംഭവം കഴിഞ്ഞു. രാത്രി തന്നെ മടങ്ങണം, ഏതെങ്കിലും ഒരു ട്രെയിനിൽ ടിക്കറ്റ് എടുത്ത് തരണമെന്ന് പറഞ്ഞു. അങ്ങനെ 2 പേർക്കും ടിക്കറ്റ് ഓക്കെ ആക്കി രാത്രി തന്നെ മടങ്ങി. നേരം വെളുത്തപ്പോൾ ഒന്നും അറിയാത്ത പോലെ വീട്ടിലെത്തി. 3-4 സിനിമകളെടുത്ത് നല്ല നഷ്ടം വന്ന ഒരു ഗൾഫുകാരനാണ് നിർമ്മാതാവ്, സാധുവായ മനുഷ്യൻ. എങ്ങനെ സിനിമയിലെ തൊഴിലാളികൾക്ക് ബാറ്റ പറ്റിക്കാമെന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുള്ള നാട്ടിൽ 10 ദിവസത്തെ ബാറ്റ അഡ്വാൻസായി കൊടുക്കുന്ന ഞാൻ അറിയുന്ന ആദ്യത്തെ നിർമ്മാതാവാണ് ഇദ്ദേഹം. നല്ല മനുഷ്യനെന്ന് ഞാൻ പറഞ്ഞില്ലേ. യാത്ര പറയുമ്പോൾ ഒരു ചെറിയ തുകയേ ഉള്ളൂ ചേട്ടാ എന്ന് പറഞ്ഞ് ഒരു നോട്ടിൻ്റെ ചുരുള് ആ നിർമ്മാതാവ് എൻ്റെ കൈക്കൂലി കൊടുക്കുമ്പോൾ തന്നിട്ട് പോയി. ഞാൻ തന്നെ ഒരു ദിവസം നാദിർഷ വിളിച്ചപ്പോൾ ചെന്ന് ഡബ് ചെയ്തും കൊടുത്തു. ഈ കഴിഞ്ഞ 23-ാം തീയതി നാദിർഷ വീണ്ടും എന്നെ വിളിച്ചു. ചേട്ടാ 21-ാം തീയതി നമ്മുടെ മാജിക് മഷ്റൂമിൻ്റെ ആദ്യത്തെ ട്രെയിലർ ഇറങ്ങുകയാണ്. ആ ആദ്യത്തെ ട്രെയിലറിൽ തന്നെ ചേട്ടനെ വച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് അവസാനിപ്പിച്ചു. ഈ എന്താ പറയുക, നാദിർഷ മുൻകൂട്ടി പറഞ്ഞതുകൊണ്ട് എനിക്കൊരു ക്യൂരിയോസിറ്റിയായി, അതെന്താണ് ട്രെയിലർ. ഞാനൊരു അതിശയോക്തി ഇല്ലാതെ പറയുകയാണ്, കഴിഞ്ഞ 4-5 ദിവസമായി എൻ്റെ ഫോണുകൾ ഹാക്കായി എന്ന് പറയുന്നതായിരിക്കും സത്യം. 1000 പേരെങ്കിലും, ഞാൻ അതിശയോക്തിയോടെ പറയല്ല, പുളുവടിക്കുകയല്ല, ഒരു മിനിമം 1000 പേരെങ്കിലും ആ ട്രെയിലറിൻ്റെ 3 തരത്തിലുള്ള ടീസർ എനിക്ക് അയച്ചു തന്നു. ടീസർ കണ്ടിട്ട് അഭിനന്ദിക്കാൻ മത്സരമായിരുന്നു. ലക്ഷക്കണക്കിന് പേര് ടീസർ കണ്ടു എന്നുള്ളതാണ്. എന്നെ വിളിച്ച ഒരാളും അല്ലെങ്കിൽ അതിൻ്റെ താഴെ കമൻ്റ് ഇട്ട ഒരാളും ഈ അലവലാതി വിളിച്ചാണ് അഭിനയിപ്പിച്ചത് ചോദിച്ചിട്ടില്ല. എല്ലാവരും അഭിനന്ദിക്കുന്നു. ജനുവരി 23 മറ്റോ ആണ് പടം റിലീസ്. കാണണം നിങ്ങളെല്ലാവരും എന്ന് ഞാൻ പറയും. അത് ഞാനുള്ളതുകൊണ്ടല്ല, ഒരു നല്ല നിർമ്മാതാവ്, നല്ല രസകരമായ ഒരു സബ്ജക്റ്റ് നാദിർഷ സംഗീതവും കൊടുത്ത്, പാട്ട് എഴുതി സംഗീതം കൊടുത്തൊക്കെ അതിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും കാണണം എന്ന് ഞാൻ പറയുന്നു. ചിരിക്കാനുള്ള
ധാരാളം വക ഈ ചിത്രത്തിൽ മാജിക് മഷ്റൂമിലുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഈ നാദൃഷയുടെ പടത്തിൽ അഭിനയിച്ചത് അറിഞ്ഞിട്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ വേറൊരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിരടി എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്തുകാരനായ മിന്നൽ മുരളിയുടെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്ന അരുൺ സംവിധാനം ചെയ്യുന്ന അതിരടി, ബേസിൽ ജോസഫും തിരുവനന്തപുരത്തുള്ള ഒരു അനൂപും പിന്നെ സമീർ താഹിറും കൂടിയാണ് ആ സിനിമ നിർമ്മിക്കുന്നത്. വലിയ ബഡ്ജറ്റിലാണ്, ഒരു എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ പശ്ചാത്തലത്തിലാണ്. ഫിസാറ്റ് എന്ന് പറഞ്ഞ് ഫെഡറൽ ബാങ്കുകാരുടെ ഒരു കോളേജുണ്ട് അങ്കമാലിയിൽ, അവിടെയാണ് ചിത്രീകരണം. അതിൽ കോളേജിലെ വിദ്യാർത്ഥിയാണ് ബേസിൽ. ഒരുപാട് സ്വപ്നങ്ങൾ കൊണ്ട് കിടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. അവനെ അംഗീകരിക്കാത്ത ഒരു അധ്യാപകനായിട്ട്, എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപകനായിട്ട്, സൽകുമാർ എന്നാണ് അധ്യാപകൻ്റെ പേര്. ഞാൻ അഭിനയിക്കുന്നുണ്ട്. 2 ഷെഡ്യൂളുകളിലായി മോശമല്ലാതെ കുറേ സീനുകൾ ചെയ്തു. ഇനി ജനുവരിയിൽ അടുത്ത ഷെഡ്യൂൾ പോകണം. അത് അടുത്ത ഓണത്തിനേ റിലീസുള്ളൂ, ആഗസ്റ്റിലേ റിലീസുള്ളൂ. അതിരടി. എൻ്റെ ജാതകം തെളിഞ്ഞു എന്നാണ് പലരും പറയുന്നത്. ജാതക വര മാറിയോ തെളിഞ്ഞോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഈ 2 സിനിമാ സെറ്റുകളിലും ഞാൻ അർഹിക്കുന്നതിനേക്കാൾ വില തരികയും എന്നോട് വളരെ മാന്യമായി പെരുമാറുകയൊക്കെ ചെയ്തു. ഇത് നിങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ മോശമാണെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ തുറന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ ഇത് പറയില്ലായിരുന്നു.